ഈ ഗോത്ര സ്റ്റേഷൻ്റെ അടുത്ത് ഈ താമസിക്കുന്നവർ, ചെറിയ കുടിലൊക്കെ ഇട്ട് താമസിക്കുന്നവരെല്ലാം റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ. ഈ ഇങ്ങനെ സാധനങ്ങൾ കൊടുക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ. പാവം പിടിച്ചവരാണ്. അവർ പെട്ടെന്ന് പ്രകോപനം ഉണ്ടായി, സ്വാമിമാരെ അടിയും ബഹളവും പ്രശ്നമായി. അത് കഴിഞ്ഞ് തീ കത്തി. ഈ സ്വാമിമാരെ കൊണ്ട് അവർ ഡെഡ് ബോഡിയും കൊണ്ടുപോയൊരു പോക്കുണ്ട് അവിടുന്ന് അഹമ്മദാബാദിലോട്ട്. അവിടെ വെച്ചാണ് ഈ സംഭവം പിടിച്ചാൽ നിൽക്കാത്ത രീതിയിൽ ഈ സംഭവം ഗുജറാത്ത് മുഴുവനും വ്യാപിക്കുന്നത്. അവർ ഡെഡ് ബോഡി കൊണ്ടുപോയ ആ യാത്രയിൽ. പിന്നീട് ഈ അവിടെ ഗുജറാത്തികൾക്ക് ഈ ഗ്യാങ്ങിനോടും മുസ്ലിം പ്രശ്നവും എല്ലാം കൂടെ അവന്മാരിത് പിടിച്ചങ്ങ് പിടിച്ച പോലീസ്, നമുക്ക് പറയാം, പോലീസിനോടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം പോലീസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായിപ്പോയി. ഞാൻ പറയുന്നതല്ല, അതിനുശേഷം പല ആൾക്കാരും അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് പലതും ചെയ്തിട്ട് പോകും. എത്രയോ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് വന്നു. ഇവരെല്ലാം പറയുന്നു ആ സമയത്ത് പോലീസിനൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായി. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം സ്പൊറാഡിക്കായിരുന്നു. പെട്ടെന്നാണ് സംഭവം ബഹളം ഇതങ്ങ് അതിശക്തമായ രീതി. ഇപ്പോൾ പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഇവിടുന്ന് ഇത് ഡീപ്പായിട്ട് കയറി അങ്ങ് പോയി. ഇതിൽ ആൾക്കാർക്ക് മറ്റേ പ്രശ്നം തലയ്ക്കകത്തുണ്ടായിരുന്നു. എന്ത് പ്രശ്നമാണ്, പെട്ടെന്ന് മൂവ്മെൻറ്റ് പ്രൊവോക്കേഷൻ വരുന്നു, അതൊക്കെ പിടിച്ചൊക്കെ നികത്തി ശരിയാക്കി കളഞ്ഞു. ആദ്യം ഇവരാണ് കയറി ഉടക്കൊണ്ട്. അത് ലോകത്തെല്ലായിടത്തും ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രശ്നം. അവർ ആദ്യം കയറി പ്രശ്നം ഉണ്ടാകും, പിന്നെ അടിച്ചങ്ങ്. ഇപ്പം ഈ നാഗ്പൂരിലുണ്ടായ പ്രശ്നം നിങ്ങൾ കണ്ടു. ആദ്യം ഇവർ കയറി പ്രശ്നം ഉണ്ടായി, പിന്നെ അടിച്ചങ്ങ് ഒതുക്കി.